ഒരു സമുദായത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്താൻ ആ സമുദായത്തിൽ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എന്തെന്ന് പരിശോധിച്ചാൽ മതിയാകുമെന്ന് പറയാറുണ്ട്. സ്ത്രീകൾക്ക് സമുദായത്തിൽ ലഭിച്ചിരുന്ന സ്ഥാനത്തെക്കുറിച്ച് വ്യത്യസ്തമായ സമീപനങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്ത്രീകളോടുള്ള സമീപനവും അവർക്ക് സമുദായത്തിൽ കൽപ്പിച്ചിരുന്ന സ്ഥാനവും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുതിയ നിയമകാലത്തിന് മുൻപ് ന്യായപ്രമാണം പഠിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, പ്രാർത്ഥനകൾ ചൊല്ലുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിയിരുന്നു. യഹൂദന്മാർ എല്ലാ ദിവസവും ഉരുവിടുന്ന ഒരു സ്തോത്ര പ്രാർത്ഥന ഇപ്രകാരമാണ്: ഒരു പുറജാതിക്കാരനായി സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവനാമത്തെ പുകഴ്ത്തുന്നു, ഒരു സ്ത്രീയായി സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ഒരു അജ്ഞാനിയായി എന്നെ സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം വിചിത്രമായ ആചാരങ്ങളും വിധികളും കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്ന ഒരു ചുറ്റുപാടിലാണ് അക്കാലത്ത് യഹൂദ സ്ത്രീകൾ ജീവിച്ചത്. ഭവനത്തിൽ മാതാവ് എന്ന നിലയിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടായിരുന്നത്. എപ്പോഴും പുരുഷന്റെ സംരക്ഷണയിൽ കഴിഞ്ഞുകൂടാനുള്ള ഭാഗധേയമാണ് സ്ത്രീകൾക്കുണ്ടായിരുന്നത്. വിവാഹത്തിന് മുൻപ് പിതാവിന്റെയും വിവാഹശേഷം ഭർത്താവിന്റെയും വിധവയായി തീർന്നാൽ ഭർത്തൃ സഹോദരന്റെയും അധീനതയിൽ കഴിഞ്ഞുകൊള്ളുക എന്നതിൽ കവിഞ്ഞ ഒരു സ്ഥാനവും സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ കാലത്ത് സ്ത്രീകളെ എങ്ങനെ വീക്ഷിച്ചു എന്നും അവരോട് എങ്ങനെ ഇടപെട്ടു എന്നുമാണ് ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്നത്തെ സമുദായം സ്ത്രീകൾക്ക് കൽപ്പിച്ചിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടാണ് യേശു സ്വീകരിച്ചിരുന്നതെന്ന് സംശയലേശമെന്നെ നമുക്ക് പ്രസ്താവിക്കാനാകും. ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ മനോഭാവമോ പ്രസ്താവനയോ യേശുവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കേവലം വിനോദ രൂപത്തിൽ പോലും സ്ത്രീയുടെ ആളത്വത്തിന് പോറൽ ഏൽപ്പിക്കുന്ന പരാമർശങ്ങൾ യേശുവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വേദവചനം പഠിക്കുന്നതിനുള്ള വിലക്ക് പോലെ സ്ത്രീകൾക്ക് വീട് വിട്ട് പുറത്തു സഞ്ചരിക്കുന്നതിനും പരിമിതികളുള്ള കാലമായിരുന്നു അത്. അതെല്ലാം ബോധപൂർവം അവഗണിച്ചുകൊണ്ടാണ് ഏതാനും സ്ത്രീകൾ യേശുവിനോടൊപ്പം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. 12 ശിഷ്യന്മാരോടൊപ്പം യേശുവിനെ അനുഗമിച്ച ഏതാനും സ്ത്രീകളുടെ പേര് ലൂക്കോസ് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിന്റെ ശുശ്രൂഷാ രംഗങ്ങളിൽ അനുഗമിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളായിരുന്നു. യേശു സ്ത്രീകളെ സ്നേഹിച്ചതുപോലെ അവരും കർത്താവിനെ സ്നേഹിച്ചു. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ഭയവിഹലരായ ശിഷ്യന്മാർ സ്വയരക്ഷാർത്ഥം യേശുവിനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ സ്വന്തം സുരക്ഷിതത്വത്തെ പോലും വകവയ്ക്കാതെ ശിഷ്യന്മാരെക്കാൾ എത്രയോ ധീരമായ സാക്ഷ്യമാണ് അവർ കാഴ്ചവെച്ചത്. ഗോൽഗോഥ മലയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സമൂഹം യേശുവിന് പിന്നാലെ പോയിരുന്നു. യേശുവിന്റെ കുരിശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും നിന്നിരുന്നു. ഗലീലയിൽ യേശുവിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ധാരാളം സ്ത്രീകളുടെ സാന്നിധ്യവും യേശുവിന് ലഭിച്ചു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും ശലോമയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു വലിയ ജനസമൂഹവും യേശുവിനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും യേശുവിന് പിന്നാലെ ചെയ്തു. യേശു തിരിഞ്ഞ് അവരെ നോക്കി. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കരയുന്ന സ്ത്രീകളോട് യേശു സംസാരിക്കുന്ന അവസാന ഭാഗം ഇതാണ്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഹ്വാനം ലഭിച്ചത് അത് ആദ്യം നിവർത്തിച്ചതും സ്ത്രീകളാണെന്ന് സുവിശേഷം പറയുന്നുണ്ട്. യേശുവിന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് സഭയുടെ നിലനിൽപ്പിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഈ 2 മഹൽ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സ്ത്രീകൾക്ക് ഉന്നതമായ പദവിയും സ്ഥാനവുമാണ് സഭയിൽ ലഭിച്ചിട്ടുള്ളത്. ബൈബിളിലെ നായികമാരിൽ പരമോന്നതയാണ് യേശുവിന്റെ അമ്മ മറിയം. ദൈവപുത്രനായ യേശുവിനെ പ്രസവിച്ച് വളർത്തി കാൽവരിയിൽ ബലിയർപ്പിച്ച മറിയം ത്യാഗസുരഭിലമായ സ്ത്രീ ജീവിതത്തിന്റെ ഒരിക്കലും അസ്തമിക്കാത്ത പ്രകാശ ഗോപുരമാണ്. സഹരക്ഷക എന്നാണ് കത്തോലിക്കർ മറിയത്തെ വിളിക്കുക. മറിയത്തിന്റെ ജീവിത സംഭവങ്ങളിൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവ മാത്രമാണ് ബൈബിളിൽ കാണപ്പെടുക. ദൈവകൃപ നിറഞ്ഞവളെന്ന് ദൈവദൂതൻ ഗബ്രിയേൽ വാഴ്ത്തിയ മറിയയുടെ ജനനത്തെക്കുറിച്ചോ ബാല്യത്തെ പറ്റിയോ മാതാപിതാക്കളെ കുറിച്ചോ പോലുമോ ബൈബിളിൽ വിവരിക്കുന്നില്ല. പാരമ്പര്യങ്ങളും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളും നൽകുന്ന വിവരണങ്ങളിൽ നിന്ന് ചരിത്രപരമായ സംഭവങ്ങൾ ചികഞ്ഞെടുക്കുക ക്ലേശകരവുമാണ്. മറിയത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണെങ്കിലും ഇസ്ലാം മതഗ്രന്ഥമായ ഖുറാൻ ഏറെ വിശദമായി പറയുന്നുണ്ട്. ഖുറാനിൽ വിവരിക്കപ്പെടുന്ന അപൂർവ ജനന വിവരണങ്ങളെ ഒന്നാണിത്. ഖുറാന്റെ 3-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വിവരണം ലഭിക്കുന്നത്. മറിയത്തിന്റെ ജനനത്തെയും ബാല്യത്തെയും കുറിച്ചുള്ള
ക്രൈസ്തവ പാരമ്പര്യവുമായി ഏറെ യോജിച്ചു പോകുന്ന ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നത് മറിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിലാണ്. മറിയ വാൾത്തോർത്ത എന്ന മിസ്റ്റിക്കിന് ലഭിച്ച ദർശനത്തിലൂടെയാണ് ഈ വിവരണം ലഭിക്കുന്നത്. നസ്രസിൽ ജീവിച്ചിരുന്ന നല്ലവരായ ദ്രുത ദമ്പതികളായിരുന്നു യോവോക്കിയും അന്നയും. അവർ ദൈവസന്നിധിയിൽ നീതിമാന്മാരായിരുന്നു. പക്ഷെ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അതിൽ അവർക്ക് ഏറെ സങ്കടവും ഉണ്ടായിരുന്നു. സർവശക്തനായ ദൈവത്തോട് ഒരു കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തങ്ങൾക്കുണ്ടായേക്കാവുന്ന കുഞ്ഞിനെ അവർ ദൈവത്തിന് സമർപ്പിച്ചു. പുത്രനെങ്കിൽ അവന് സാമുവൽ എന്നും പുത്രിയെങ്കിൽ മറിയമെന്നും പേരിടണമെന്ന് ഉറപ്പിച്ചിരുന്നു. അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു നവംബറിൽ അന്ന ഗർഭിണിയാണെന്നറിയുന്നു. വാർദ്ധക്യത്തോടടുക്കുന്ന കാലമായിരുന്നുവെങ്കിലും അവൾക്ക് ഗർഭം ഒരു ആലസ്യം ഉണ്ടാക്കിയിരുന്നില്ല. ഉത്സാഹവതിയായിരുന്നു അന്ന. യോവാക്കിമിന്റെയും അന്നയുടെയും സന്തോഷം അനുനിമിഷം വർദ്ധിക്കുകയായി. സെപ്റ്റംബറിൽ കുഞ്ഞുമേരി പിറന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ചാണ് അവർ അവളെ വളർത്തിയത്. ദൈവത്തോട് നടത്തിയ പ്രതിജ്ഞ അനുസരിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ജെറുസലേം ദേവാലയത്തിന്റെ നിക്കോനർ കവാടത്തിൽ മറിയത്തെ ദൈവത്തിന് കാഴ്ചവെക്കുമ്പോൾ ഏറ്റുവാങ്ങിയത് ഫനുവേലിന്റെ വംശയായ അന്നയായിരുന്നു. ഈ അന്ന പിന്നീട് മറിയത്തിന്റെ കൈകളിൽ നിന്ന് യേശുവിനെയും ഏറ്റുവാങ്ങി. അന്ന മറിയത്തെ പ്രസവിച്ച രാത്രിയിൽ വിസ്മയകരമായ അത്ഭുതങ്ങൾ പ്രകൃതിയിലുണ്ടായി. കോരിച്ചൊരിയുന്ന മഴയും ഇടിയും. വേദനയില്ലാതെയാണ് പ്രസവം നടന്നതെന്ന് അന്ന ഓർമ്മിക്കുന്നു. സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ സക്രിയായും എലീഷുവായും യോവാക്കിമിന്റെയും കുടുംബത്തിന്റെയും എക്കാലത്തെയും സഹായികളായിരുന്നു. അസാധാരണ കുട്ടിയായിരുന്നു മേരി. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവൾ തിരക്കിയിരുന്നത് രക്ഷകന്റെ വരവിനെ കുറിച്ചായിരുന്നു. ഒരു കന്യകയിൽ നിന്നാവും രക്ഷകൻ പിറക്കുക എന്ന യേശയ്യ പ്രവചനം അവളെ ഏറെ സ്വാധീനിച്ചിരുന്നു. രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന കന്യകമാരിൽ ഒരാളാകണമെന്ന് അവൾ തീരുമാനിച്ചു. അവളുടെ ഒരു നിശ്ചയത്തിന് മാതാപിതാക്കൾ എതിരായിരുന്നില്ല. മറിയത്തിന്റെ ആഗ്രഹപ്രകാരം മാതാപിതാക്കൾ മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചു. പുരോഹിതനായ സക്രിയാസിനായിരുന്നു ചടങ്ങുകളുടെ നടത്തിപ്പ്. യോവാക്കിമിന്റെയും അന്നയുടെയും കൈകളിൽ നിന്ന് മഹാപുരോഹിതൻ മരിയെ ഏറ്റുവാങ്ങി. അവിടെ ദേവാലയത്തിൽ മരിയ രക്ഷകന് വേണ്ടി പ്രാർത്ഥിച്ചു. ആറ്റുനോറ്റു കാത്തിരുന്ന മകളെ ദേവാലയത്തിൽ സമർപ്പിച്ചത് സന്തോഷപൂർവ്വമായിരുന്നെങ്കിലും മാതാപിതാക്കളുടെ ഹൃദയം നീറി. അധികം വൈകാതെ അന്ന മരിച്ചു. കുറെ കാലം കഴിഞ്ഞ് യോവാക്കിമിന്റെ വാർദ്ധക്യകാലത്ത് ചികിത്സയ്ക്കും മറ്റുമായി കുറെ പണം ചെലവാക്കേണ്ടി വന്നു. നസ്രസിലെ കുറെ ഭൂമി അതിലേക്ക് വിൽക്കേണ്ടിയും വന്നു. ജോസഫ് ആയിരുന്നു അന്നൊക്കെ യോവാക്കിമിന് തുണ. മാതാപിതാക്കൾ മരിക്കുമ്പോഴൊക്കെ മറിയം ദേവാലയത്തിലായിരുന്നു. മറിയത്തിന് 12 വയസ്സായപ്പോൾ മറിയത്തെ വിവാഹം കഴിപ്പിക്കണമെന്ന് മഹാപുരോഹിതൻ തീരുമാനിച്ചു. ഒരു ഒക്ടോബറിൽ മഹാപുരോഹിതൻ ഇക്കാര്യം മറിയയോട് പറഞ്ഞു. പുരോഹിതന്റെ തീരുമാനത്തിന് വിധേയത്വം പ്രഖ്യാപിച്ച മറിയം കന്യാവ്രതം അനുഷ്ഠിക്കാനുള്ള തന്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. മഹാപുരോഹിതനാണ് വിവാഹത്തിന് ഒരുക്കങ്ങൾ ചെയ്തത്. മറിയത്തോട് തന്നെ അദ്ദേഹം തിരക്കി, ഏതെങ്കിലും യുവാവിന് പരിചയമുണ്ടോ? മറിയം പറഞ്ഞു, ഇല്ല. അതിനാൽ ദൈവഹിതം കണ്ടെത്താൻ വേറൊരു വഴി നോക്കി അദ്ദേഹം. ദാവീദ് വംശത്തിൽപ്പെട്ട അവിവാഹിതരായ യുവാക്കളോടെല്ലാം അവരുടെ പേര് കൊത്തിയ ഓരോ ഉണക്ക കമ്പുകളുമായി എത്താൻ മഹാപുരോഹിതൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആശാരിയായ ജോസഫിന് ചടങ്ങിന് എത്തേണ്ടി വന്നത്. അന്ന് 30 വയസ്സാണ് ജോസഫിന് പ്രായം. നാസർ വ്രതക്കാരനായിരുന്നു ജോസഫ്. നാസർ വ്രതം എടുത്തവൻ വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം. മുന്തിരി ഉപയോഗിക്കരുത്. മുടി വളർത്തണം. വിശുദ്ധി പാലിക്കണം. ശവശരീരത്തെ സ്പർശിക്കരുത്. സ്പർശിക്കേണ്ടി വന്നാൽ പരിഹാരം ചെയ്യണം. വിവാഹിതനാകണമെന്ന് ജോസഫിന് താല്പര്യമുണ്ടായിരുന്നില്ല. മഹാപുരോഹിതനെ അനുസരിക്കുകയും വേണം. ജോസഫിന് സ്വന്തമായി വീടോ പറമ്പോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരു പണിശാല മാത്രം. പുരോഹിതന്റെ അറിയിപ്പ് കേട്ട ജോസഫ് യോവാക്കിമിന്റെ അലങ്കോലപ്പെട്ട് കിടന്ന പറമ്പിൽ നിന്ന് ഒരു ഉണക്ക ബദാമിൽ നിന്നും ഒരു ഉണക്ക കമ്പെടുത്തുകൊണ്ട് പേരുകൊത്തി ദേവാലയത്തിൽ ഏൽപ്പിക്കുന്നു. വിവാഹ നിശ്ചയ സമയമായി. മഹാപുരോഹിതൻ കടന്നു വന്നു. ഹാളിൽ നിറയെ യുവാക്കളുണ്ട്. ഒരു ലവായൻ ഉണക്ക കമ്പുകളുമായി അകത്തേക്ക് വന്നു. അവയിലൊന്ന് പുഷ്പിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ ജോസഫിന്റെ കമ്പാണത്. ആർക്കും സംശയം തോന്നാതിരിക്കുവാൻ ഓരോരുത്തരുടെയും കമ്പുകൾ തിരിച്ചു നൽകപ്പെട്ടു. മറിയത്തിന്റെ പ്രതിശ്രുതവരനായി ജോസഫ് തീർച്ചയാക്കപ്പെട്ടു. ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന മറിയത്തെ ജോസഫിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. മറിയ ജോസഫിനെ ആദ്യമായി കാണുകയായിരുന്നു.
ജോസഫ് ആകട്ടെ മറിയെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മറിയം ആകെ മാറിയിരിക്കുന്നു. അവർക്ക് പരസ്പരം പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയത് മഹാപുരോഹിതൻ തന്നെയാണ്. യഹൂദ വിവാഹത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് അച്ചാര കല്യാണം. ഇതിനെ കിഡുഷ്യൻ അഥവാ എറൂബിൻ എന്ന് വിളിക്കുന്നു. 2 വിവാഹം. പെൺകുട്ടിക്ക് 12നും 13നും ഇടയ്ക്ക് പ്രായമാകുമ്പോഴാണ് അച്ചാര കല്യാണം നടത്തുക. വരന് 18നും 24നും ഇടയ്ക്കാവും പ്രായം. ഇന്നത്തെ വിവാഹ നിശ്ചയം പോലെ ഒരു ആഘോഷം മാത്രമല്ല അച്ചാര കല്യാണം. അച്ചാര കല്യാണം കഴിഞ്ഞ പെൺകുട്ടി യുവാവിന്റെ ഭാര്യയായാണ് കരുതപ്പെടുന്നത്. അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. സ്വവസതികളിലാവും താമസിക്കുക. കന്യകമാർ 1 വർഷം വരെയും ഇങ്ങനെ സ്വവസതിയിൽ താമസിക്കും. ഇതിനകം വരൻ സ്വന്തം വീട് തയ്യാറാക്കി വധുവിനെ ആഘോഷമായി കൂട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് വിവാഹത്തിന്റെ 2ാം ഘട്ടം. അന്നു മുതലാണ് അവർ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിക്കുക. അച്ചാര കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ചീട്ട് കൊടുത്ത ഭർത്താവിന് പരിത്യജിക്കാം. അച്ചാരം കഴിഞ്ഞ യുവാവ് മരിച്ചാൽ പെൺകുട്ടി വിധവയായിട്ടാവും കരുതപ്പെടുക. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ മറിയ ജോസഫിന്റെ ഭാര്യയായി എന്നർത്ഥം. 2 പേരും നസ്രസുകാരായിരുന്നു. ജെറുസലേമിന് 85 മൈൽ വടക്കാണ് നസ്രസ്. യഹൂദന്മാർ പുച്ഛിച്ചിരുന്ന ഒരു ദരിദ്ര ഗ്രാമം. മറിയ അവളുടെ കുടുംബ വീട്ടിലെത്തി താമസമാകുന്നു. ജോസഫിന്റെ കരുതലും ശ്രദ്ധയും മറിയയ്ക്കുണ്ടായിരുന്നു. താമസം 2 വീട്ടിലും. ഇക്കാലത്താണ് മംഗളവാർത്ത അറിയിക്കപ്പെടുന്നത്. മറിയ വാഴ്ത്തോർത്തയുടെ വിവരണമനുസരിച്ച് മറിയം പ്രാർത്ഥന നിർഭരയായി നൂൽ നൂൽക്കുമ്പോഴാണ് മാലാഖ കടന്നു വരുന്നത്. മറിയത്തെക്കുറിച്ചും യേശുവിന്റെ ബാല്യത്തെപ്പറ്റിയും ഏറെ പ്രതിപാദിച്ചിട്ടുള്ള യാക്കോബിന്റെ പ്രോട്ടോ ഇവഞ്ചലിയും എന്ന ഗ്രന്ഥമനുസരിച്ച് മറിയം വെള്ളം കോരാൻ പോയപ്പോൾ കിണറ്റിൻകരയിൽ വെച്ചാണ് മംഗളവാർത്ത അറിയിക്കപ്പെട്ടത്. ഖുറാൻ മംഗളവാർത്തയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: കുറെ കാലം കഴിഞ്ഞപ്പോൾ മറിയം ഏകാന്തവാസത്തിന് പോയി. മലക്ക് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മറിയം ഭയന്നു. ഞാൻ നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതനാണ്. നിങ്ങൾക്കൊരു ആൺകുട്ടിയെ സമ്മാനിക്കുവാൻ വന്നതാണ്. മലക്ക് പറഞ്ഞു, എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. ഞാനൊരു വ്യഭിചാരിണിയുമല്ല. പിന്നെ എങ്ങനെ ആൺകുട്ടി ജനിക്കും? മറിയം ചോദിച്ചു. അല്ലാഹുവിന്റെ പ്രയാസമായ കാര്യമില്ല. ആ കുട്ടിയെ മനുഷ്യരാശിക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. ഖുറാനിലെ 19-ാം അധ്യായം 16, 17 വാക്യങ്ങളിലും 21-ാം അധ്യായം 91-ാം വാക്യത്തിലുമായാണ് ഈ വിവരണം. ഖുറാൻ അനുസരിച്ച് മറിയം ഏകാന്തവാസത്തിലാണ്. സുവിശേഷങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മാലാഖയുടെ സന്ദേശം കേട്ട് മറിയം അത്ഭുതപ്പെട്ടു. പാവപ്പെട്ടവളായ തനിക്കുള്ള യോഗ്യതകളും കുറവുകളും വിവരിച്ചുകൊണ്ട് മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖയ്ക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. മറിയം ആ ശക്തിയിൽ വിശ്വസിച്ചു. മറിയം സമ്മതം മൂളി. ദൈവഹിതം നടപ്പാക്കട്ടെ. മറിയത്തിന് ഒരു അടയാളം നൽകപ്പെട്ടു. വൃദ്ധയായ എലീശ്വ ഗർഭിണിയാണ്. അത് കേട്ട മറിയത്തിന് നേരിൽ കാണാൻ തിടുക്കമായി. വാൾത്തോർത്തയുടെ വിവരണം അനുസരിച്ച് പിറ്റേന്ന് അതിരാവിലെ ജോസഫും മറിയവും യാത്ര തിരിച്ചു. ജെറുസലേം വരെ ജോസഫും ഒപ്പം ചെയ്തു. നായിൻതിരിയിലേക്കുള്ള ഒരു വൃദ്ധനെ കൂട്ടി ജോസഫ് മറിയത്തെ അയച്ചു. മറിയം സന്ധ്യയോടെ സക്രിയാസിന്റെ ഭവനത്തിലെത്തി. അന്ന് വരെ ചടഞ്ഞു കൂടിയിരുന്ന വൃദ്ധ ഗർഭിണിക്ക് ആകെ ഉന്മേഷമായി. എലീശയും മറിയവും തമ്മിൽ ഒത്തിരി രഹസ്യങ്ങൾ കൈമാറി. മംഗളവാർത്തയുടെ രഹസ്യം എങ്ങനെ ജോസഫിനെ അറിയിക്കുമെന്നതായിരുന്നു മറിയത്തിന്റെ സന്ദേഹം. മറിയ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾ കടന്നുപോയി. എലീശ പ്രസവിച്ചു. കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിട്ടു. 40 ദിവസം കഴിഞ്ഞപ്പോൾ ശുദ്ധീകരണത്തിന് ദേവാലയത്തിലേക്ക് പോകുന്നു. മറിയം നസ്രസിൽ നിന്ന് പോന്നിട്ട് 3-4 മാസമായി. മറിയത്തിന്റെ ഉദരത്തിലെ ഗർഭം വളർന്നു തുടങ്ങി. മുഖത്ത് ഭാവവ്യത്യാസമുണ്ടായി. ശുദ്ധീകരണ ചടങ്ങിന് ജോസഫും ജെറുസലേമിൽ വരും. അവിടെ വെച്ച് കൂടെ നസ്രസിന് മടങ്ങാമെന്നായിരുന്നു മറിയത്തിന്റെ പ്ലാൻ. ദേവാലയത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടും ജോസഫിനെ കാണാതായപ്പോൾ മറിയം അസ്വസ്ഥയായി എന്ന് വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ പറയും. ഏതായാലും ഇനി നസ്രസിലേക്ക് തന്നെ മറിയം തീരുമാനിച്ചിരുന്നു. ജോസഫ് വരാതിരിക്കില്ല. ജോസഫിനെ കുറിച്ച് അറിയാൻ മറിയ സബദിയുടെ വീട്ടിലേക്ക് പോയി. മറിയത്തിന്റെ അപ്പൻ യോഗുമിന്റെ സഹോദരപുത്രനാണ് സബദി. അവർ സബദിയുടെ വീട്ടിലിരിക്കുമ്പോൾ വൈകുന്നേരത്തോടെ ജോസഫ് വന്നു. ഇരുണ്ട വെളിച്ചത്തിൽ മറിയത്തെ കണ്ടപ്പോൾ ജോസഫിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. മറിയം ഗർഭിണിയാണ്. ജോസഫ് കൂടുതലൊന്നും ചോദിച്ചില്ല. അവർ അന്ന് തന്നെ ബത്ലഹേമിലേക്ക് മടങ്ങി. പോയ വഴിക്കും അവർ മറിയത്തിന്റെ ഗർഭത്തെക്കുറിച്ചൊഴികെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ജോസഫിന്റെ മനസ്സ് നീറി. കന്യാത്വം വാഗ്ദാനം ചെയ്തവളാണ് മറിയ. അവിവാഹിതയായ പെൺകുട്ടികളെ കുറിച്ച് വരാവുന്ന സാമൂഹ്യ അപവാദം ഭയന്നും
പുരോഹിതന് വഴങ്ങി വിവാഹത്തിന് തയ്യാറായവളാണ്. ജീവിതകാലം മുഴുവൻ ദീർഘിപ്പിക്കുന്ന കന്യാവ്രതം ഞങ്ങൾ ഒന്നിച്ച് പ്രതിജ്ഞ എടുത്തതാണ്. പിന്നീട് എങ്ങനെ മറിയ ഗർഭിണിയായി? മറിയ നിഷ്കളങ്കയാണെന്ന് ഉറപ്പുണ്ട്. എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഉപേക്ഷ ചീട്ട് നൽകി പോകാമായിരുന്നു. നിഷ്കളങ്കയായ യുവതിയോട് അങ്ങനെ ചെയ്യുന്നതും അനീതിയാവും. രഹസ്യമായി ഉപേക്ഷിക്കുക തന്നെ. മറിയത്തിന്റെ മാനം പോകില്ല. തനിക്ക് വേദനിക്കേണ്ടിയും വരില്ല. മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ജോസഫിന് ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മാലാഖ പറയുന്നു, ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കരുത്. അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ജോസഫിന്റെ സംശയമൊക്കെ നീങ്ങി. സംശയിച്ചതിന് അദ്ദേഹം മറിയത്തോട് മാപ്പു ചോദിച്ചുവെന്ന് വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ പറയുന്നു. മാലാഖയുടെ സന്ദേശം ലഭിച്ച ഉടനെ ജോസഫ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി. 1 വർഷം വരെ കാത്തിരിക്കാം. ജോസഫ് ബന്ധുക്കളുമായി ചെന്ന് മരിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ വിവാഹിതരായി. ജോസഫിന്റെ സഹോദരന്റെ വീട്ടിൽ കുറെ ദിവസം താമസിച്ചു കഴിഞ്ഞ് അവർ മറിയത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. അവിടെയായി താമസം. റോമാ വർഷം 748 BC 6-ാം വർഷം റോമാ സാമ്രാജ്യം മുഴുവൻ സെൻസസ് നടക്കുന്നു. നസ്രസിൽ പ്രവാസിയായിരുന്ന ജോസഫ് സ്വന്തം നഗരമായ ബത്ലഹേമിൽ ചെന്ന് കണക്ക് കൊടുക്കണം. മറിയം പൂർണ്ണ ഗർഭിണി. ജെറുസലേമിന് 7 മൈൽ തെക്കാണ് ബത്ലഹേം. നസ്രസിൽ നിന്നും 95 മൈലാണ് അകലം. 3 ദിവസമെങ്കിലും യാത്രയ്ക്കെടുക്കും. മറിയത്തെ ഒറ്റയ്ക്കാക്കി പോകാൻ മനസ്സ് വരുന്നില്ല. അവസാനം രണ്ടാളും ചേർന്ന് നസ്രസിന് പോകാൻ തീരുമാനിക്കുന്നു. നിറവയറുള്ള ഭാര്യയുമായുള്ള യാത്ര. കഴുതുകളും ഒട്ടകം വലിക്കുന്ന വണ്ടികളുമാണ് യാത്രയ്ക്കുള്ളത്. വാൾത്തോർത്ത പറയുന്നതനുസരിച്ച് യാത്രക്കിടയിൽ ജോസഫ് ഒരു ഇടയനെ കണ്ടു. ആടുകളുമായി വരികയാണ്. സ്നേഹാധീനനായ ആ ഇടയൻ ഒരാടിനെ കറന്ന് മേരിക്ക് കുറെ പാൽ നൽകി. ജോസഫിനോട് പറയുന്നു, ബത്ലഹേമിൽ ചെല്ലുമ്പോൾ വീട് കിട്ടാൻ ക്ലേശിക്കും. ഇടയന്മാരുടെ നല്ല ഗുഹയുണ്ടാകും അവിടെ. സ്ഥലവും പറഞ്ഞു കൊടുത്തു ആ ഇടയൻ. ഇടയൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ സംഭവിച്ചു. വീടുകളിലും സത്രത്തിലും ഒഴിവില്ല. അവരൊരു ഗുഹയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്നത് കുറെ മൃഗങ്ങൾ. ജോസഫ് കുറെ കച്ചിക്കൂട്ടി മെത്തയുണ്ടാക്കുന്നു. തീ കത്തിക്കുന്നു. അവർ ഓരോന്ന് പറഞ്ഞു കിടന്നു. മറിയത്തിൽ അസാധാരണമായി എന്തോ സംഭവിക്കുന്നതായി ജോസഫ് മനസ്സിലാക്കി. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ പറയുന്നത് മറിയത്തിന് വേദന ആരംഭിച്ചെന്നും വയറ്റാട്ടിയെ വിളിക്കാൻ ജോസഫ് ഓടി നടന്നെന്നുമാണ്. പക്ഷേ സുവിശേഷം വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഒരു വയറ്റാട്ടിയും ഇല്ലാതെയായിരുന്നു പ്രസവം എന്നാണ്. 1-2 ദിവസം ഗുഹയിൽ താമസിച്ചപ്പോഴേക്കും ബത്ലഹേമിൽ ജോസഫ് ഒരു വീട് കണ്ടെത്തി, വാടകയ്ക്ക്. മറിയവും ജോസഫും ആ വീട്ടിലേക്ക് മാറി. അവിടെ വെച്ചായിരുന്നു യേശുവിന്റെ ചേലാകർമ്മം. ദൈവപുത്രനാണ് തന്റെ ഉദരത്തിൽ ജന്മം കൊണ്ടതെന്ന നിശ്ചയമുണ്ടെങ്കിലും ബത്ലഹേമിലെ വിസ്മയ ദൃശ്യങ്ങളിൽ മറിയത്തിന് മനുഷ്യ സഹജമായ അത്ഭുതമുണ്ടായിരുന്നിരിക്കണം. മറിയ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയ മറിയത്തിന് ആദ്യം നടത്തേണ്ടി വന്ന ചടങ്ങ് യേശുവിന്റെ ചേലാകർമ്മമാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട അടയാളമാണ് ചേലാകർമ്മം. ദൈവവും എബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണിത്. ജനിച്ച 8-ാം ദിവസമാണ് ചേലാകർമ്മം നടത്തുക. ഏത് യഹൂദനും നടത്താവുന്ന കർമ്മമാണിത്. എങ്കിലും ശിശുവിന്റെ പിതാവ് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തുന്നതാണ് അഭികാമ്യമായി കരുതപ്പെട്ടിരുന്നത്. ശിശുവിന്റെ നാമകരണവും അപ്പോഴാണ് ചെയ്യുക. സ്വാഭാവികമായും യേശുവിന്റെ ചേലാകർമ്മം നിർവഹിച്ചത് ജോസഫ് ആകണം. മാലാഖ നിർദ്ദേശിച്ച പേരും അവന് നൽകപ്പെട്ടു, യേശു. ഹീബ്രുവിലെ ജോഷുവ എന്ന വാക്കിന്റെ ഹ്രസ്വരൂപമാണ് യേശു. ഈ വാക്കിനർത്ഥം യഹ്വേ രക്ഷിച്ചു എന്നാണ്. യേശു പിറന്ന് 40-ാം ദിവസം മറിയത്തിന്റെ ശുദ്ധീകരണ ദിനമാണ്. യഹൂദ നിയമം അനുസരിച്ച് ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ 40 ദിവസത്തേക്കും പെൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ 80 ദിവസത്തേക്കും അശുദ്ധിയായിരിക്കും. ഈ ദിവസം കഴിയുമ്പോൾ അവൾ ദേവാലയത്തിലെത്തി വിശുദ്ധീകരണത്തിന് വിധേയയാകണം. 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയും വേണം. ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ലെങ്കിലും സാധാരണ കൊണ്ടുവരാറുണ്ട്. ശിശു ആദ്യത്തേതും പുത്രനുമാണെങ്കിൽ നിയമമനുസരിച്ച് യഹോവയ്ക്ക് ഉള്ളവനാണ്. എന്നാൽ 5 ഷെക്കൽ വെള്ളി നാണയം ദേവാലയത്തിന് നൽകി അവനെ മാതാപിതാക്കൾക്ക് തിരികെ വാങ്ങാം. 5 ഷെക്കൽ വെള്ളി നാണയം ഒരു ആശാരിയുടെ 15 ദിവസത്തെ പണിക്കൂലിയാണ്. ജോസഫ് കഷ്ടപ്പെട്ട് പണവും കാഴ്ചകളും ഉണ്ടാക്കി മറിയത്തിന്റെ വിശുദ്ധീകരണവും യേശുവിന്റെ വീണ്ടെടുപ്പും നടത്തി. ദൈവപുത്രനായ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നവരായി പിന്നെ സുവിശേഷകൻ പറയുന്നത് കിഴക്ക് നിന്നെത്തിയ രാജാക്കളെ കുറിച്ചാണ്. 9-ാം നൂറ്റാണ്ടോടെ ഇവരെ കാസ്പർ, ഫൽക്കിയോർ, ബാർത്തസർ എന്ന് വിളിച്ചു തുടങ്ങി. ഇവർ യേശുവിനെ കാണാൻ എത്തുമ്പോൾ യേശുവിന് 8-9 മാസം പ്രായം തോന്നിക്കുമെന്ന് വാൾത്തോർത്ത പറയുന്നു.
ജൂതന്മാരുടെ മുകളിലുള്ള മേധാവിത്വം യേശു വളർന്നു വന്നാൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് ഹെറോദേസ് യേശുവിനെ വധിക്കാൻ കൽപ്പന നൽകി. ആരാണ് യേശു എന്ന് അറിയാത്തതുകൊണ്ട് 2 വയസ്സിൽ താഴെ പ്രായമുള്ള മുഴുവൻ ആൺകുട്ടികളെയും വധിക്കാനായിരുന്നു കൽപ്പന. ഹെറോദേസിന്റെ ഹീന പ്രവൃത്തിയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞ ജോസഫും കുടുംബവും ഈജിപ്തിലേക്ക് ഒളിച്ചോടി. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ ഒളിച്ചോട്ടത്തിന് തിരുകുടുംബത്തിന് സംരക്ഷണം നൽകിയത് വന്യമൃഗങ്ങളായിരുന്നു എന്നാണ്. മരുഭൂമിയിലെ ഈന്തപ്പനകൾ ചില്ലകൾ താഴ്ത്തി ഫലം നൽകി. കാൽവരിയിൽ യേശുവിനെ ഏറ്റുപറഞ്ഞ നല്ല കള്ളൻ യാത്രയിൽ തിരുകുടുംബത്തിന് ഭക്ഷണം നൽകിയ ഡിസ്മാസ് ആയിരുന്നു എന്ന് ഒരു പാരമ്പര്യമുണ്ട്. ഗലീലിയൻ എന്ന പുസ്തകത്തിൽ ഈ പരാമർശം കാണാം. മുല കുടിക്കുന്ന ഒരു കുഞ്ഞും അമ്മയുമായി ജോസഫ് നടത്തിയ ഈ യാത്ര സാഹസികവും ദയനീയവുമായിരുന്നു. പിന്നെ റിനോക്ക ജുറായി എത്തുന്നതോടെ ഹെറോദസിന്റെ അതിർത്തി തീരുന്നു. ഈജിപ്തിലെ താമസം ഹ്രസ്വമായിരുന്നിരിക്കണം. റോമവർഷം 750 ഹെറോദസ് മരിച്ചത്. യേശു പിറന്നത് 748. ഈജിപ്ത് യാത്ര 749. മാലാഖ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ട് അവരോട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. ബത്ലഹേമിൽ പോയി പാർക്കാനായിരുന്നു ജോസഫിന് താല്പര്യം. പക്ഷെ അവിടെ ഭരണം ഹെറോദസിന്റെ പുത്രൻ അർക്കലാവോസ് ആണെന്ന് അറിഞ്ഞതോടെ ജോസഫ് നസ്രസിലേക്ക് പോകുന്നു. അവർ നസ്രസിൽ താമസം ആരംഭിക്കുമ്പോൾ യേശുവിന് 2 വയസ്സായിരുന്നു പ്രായം. പരസ്യ ജീവിതം ആരംഭിക്കുന്ന 30 വയസ്സ് വരെ ഇവിടെയാണ് യേശു ജീവിച്ചതും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതും. സാധാരണ യഹൂദ കുട്ടികളെ പോലെ യേശു വളർന്നു. ഇക്കാലഘട്ടത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ നമുക്ക് വിവരങ്ങളൊന്നും തരുന്നില്ല. മരിയ വാൾതോർത്തയുടെ പുസ്തകത്തിൽ തിരുകുടുംബ ജീവിതത്തിന്റെ ഹൃദയാവർജകമായ ഒരു പിടി മുഹൂർത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫ് യേശുവിനെ ആശാരിപ്പണി പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ജോസഫിന്റെ സഹോദരനായ അൽഫേസുവിന്റെ മക്കളായ യൂദാസ്, ജെയിംസ് എന്നിവരോടൊപ്പം ഉണ്ണിയേശു കളിച്ചു നടത്തുന്നതും അവർ പുറപ്പാടിന്റെ സംഭവങ്ങൾ അഭിനയിച്ചു രസിക്കുന്നതുമൊക്കെ വാൾതോർത്ത വിവരിക്കുന്നുണ്ട്. യേശുവിനെയും യൂദായെയും ജെയിംസിനെയും പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചത് മറിയമായിരുന്നു. തുന്നലും വീട്ടുജോലിയും കുട്ടികളുടെ അധ്യാപനവും ഒക്കെ തിരക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു നല്ല വീട്ടമ്മയായിരുന്നു മറിയം. 30 വയസ്സ് വരെയുള്ള യേശുവിന്റെ രഹസ്യ ജീവിതത്തിലെ ഒരു സംഭവം മാത്രമാണ് സുവിശേഷത്തിലുള്ളത്. തീർത്ഥാടക തിരുനാളായ പെസഹായ്ക്ക് എല്ലാ യഹൂദരും ജെറുസലേമിലേക്ക് പോവുക പതിവാണ്. 13 തികയാത്ത പുത്രനും സ്ത്രീയായ മറിയവും തിരുനാളിന് പോകണമെന്ന് നിയമമില്ല. എങ്കിലും പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഭക്തരായ യഹൂദർ അങ്ങനെ ചെയ്യാറുണ്ട്. അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ചെറിയ സംഘങ്ങളായാണ് യാത്ര. നസ്രസിൽ നിന്ന് ജെറുസലേമിലേക്ക് 75 മൈലാണ് ദൂരം. 3 ദിവസത്തെയെങ്കിലും യാത്രയുണ്ട്. നിസ്സാൻ മാസം 14 1 2 ദിവസം മുമ്പ് എത്തുക, 15 വരെയോ 8-ാം ഇടം വരെയോ അവിടെ തങ്ങുക, ഇതൊക്കെയാണ് സാധാരണ ക്രമം. ജെറുസലേമിലെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്ന യേശു മാതാപിതാക്കളോടൊപ്പം മടങ്ങിയില്ല. 12 വയസ്സായ യഹൂദ ബാലന്റെ അറിവ് പരിശോധിക്കപ്പെടണമെന്നുണ്ട്. അതിന് ജെറുസലേം ദേവാലയത്തിൽ പണ്ഡിത സദസ്സുമുണ്ട്. ഈ സദസ്സിൽ കുട്ടിയെ എത്തിക്കേണ്ടത് പിതാവാണ്. അവിടെ വെച്ച് നിയമജ്ഞർ കുട്ടിയുടെ ജ്ഞാനം പരിശോധിക്കുന്നു. യേശുവിനെയും ഇങ്ങനെ പരീക്ഷിച്ചിരിക്കണം. പരിശോധനയുടെ നാടകീയ വിവരണം വാൾതോർത്തയുടെ പുസ്തകത്തിലുണ്ട്. യേശുവിന്റെ മറുപടികളിൽ നിയമജ്ഞർക്ക് തൃപ്തിയുണ്ടാകും. അവർ അവനെ പക്വത വന്നവനായി അംഗീകരിക്കുന്നു. മുടിയുടെ നീളം കുറയ്ക്കുന്നു. അരയിൽ ബെൽറ്റ് കെട്ടി നെറ്റിയിലും കൈയിലും പുറകുപായത്തിലും തൊങ്ങലുകൾ കെട്ടുന്നു. ജോസഫിനും മറിയത്തിനും സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. സംഘനിയമം അനുസരിച്ച് 12 വയസ്സുള്ള യുവാവിന് യാത്രക്കിടയിൽ സൗകര്യമുള്ളവരോടൊപ്പം നടക്കാനും കൂട്ടുകൂടാനും അനുവാദമുണ്ട്. വിശ്രമ സങ്കേതത്തിൽ രാത്രി എത്തണമെന്ന് മാത്രം. അതുകൊണ്ട് ജോസഫും മറിയവും വഴിക്ക് യേശുവിനെ ശ്രദ്ധിച്ചില്ല. രാത്രി എല്ലാവരും ഒത്തുചേർന്നപ്പോൾ യേശു ഉണ്ടായിരുന്നില്ല. ഈ വിശ്രമ സങ്കേതം ജെറുസലേമിൽ നിന്ന് 11 മൈൽ വടക്കുള്ള എൽസിറെ ആയിരിക്കാമെന്ന് കരുതപ്പെടുന്നു. യേശുവിനെ കാണാതായതോടെ വെപ്രാളമായി. ജോസഫും മറിയവും ബാലിനെ അന്വേഷിച്ചു. ബന്ധുക്കൾക്കിടയിൽ ഇല്ലെന്ന് മനസ്സിലായ അവർ ജെറുസലേമിലേക്ക് മടങ്ങി. അവിടെ പണ്ഡിത സദസ്സിൽ അവർ യേശുവിനെ കണ്ടെത്തുന്നു. അപ്പോൾ യേശു പണ്ഡിതന്മാരുമായി സംവാദത്തിലായിരുന്നു. സംവാദം കഴിയുന്നതുവരെ അവർ കാത്തുനിന്നു. പുറത്തു വന്ന മകനെ കണ്ടപ്പോൾ മറിയയ്ക്ക് സങ്കടം അടക്കാനായില്ല. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തേ? അമ്മ സങ്കടത്തോട് ചോദിച്ചു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലേ? യേശുവിന്റെ ചോദ്യത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. നസ്രസിലെ യേശുവിന്റെ സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അവനെ അത്ര തൃപ്തിയായിരുന്നില്ലെന്ന് വേണം അനുമാനിക്കാൻ.
യോഹന്നാൻ പറയുന്നു, യേശുവിന്റെ സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചിരുന്നില്ല. യേശു തന്നെ സൂചന തരുന്നുണ്ട്. സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവഹേളിക്കപ്പെടുന്നില്ല. സാധാരണ കുട്ടികളെക്കാൾ മിടുക്ക് കൂടുതലുള്ള ഏതു കുട്ടിക്കും അനുഭവിക്കേണ്ടി വരാവുന്ന സങ്കടം മാത്രമാണിത്. യേശു മരപ്പണിക്കാരനായി വളർന്നു. ജോസഫിന്റെ പണിശാലയുടെ ഉത്തരവാദിത്വം ഏതാണ്ട് ഒറ്റയ്ക്ക് നിർവഹിക്കാറായി. അക്കാലത്തായിരുന്നു ജോസഫിന്റെ മരണം. യേശുവിന്റെ മടിയിൽ തലവെച്ച് മറിയത്തിന്റെ ശുശ്രൂഷ സ്വീകരിച്ച് ജോസഫ് ദൈവസന്നിധിയിലേക്ക് പറന്നകന്നു. 30 വർഷം ദീർഘിച്ച ദാമ്പത്യ ബന്ധത്തിന് തിരശ്ശീല വീണു. ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായി സമർപ്പിച്ച മറിയത്തിനും ഭർത്താവിന്റെ വേർപാട് വേദനാജനകമായിരുന്നു. യേശു അമ്മയെ ആശ്വസിപ്പിച്ചു. അന്നു മുതൽ മറിയത്തിന്റെ ഏക ആശ്രയമായി യേശു. മറിയം ഒരു വിധവയും. യേശു പരസ്യ ജീവിതം ആരംഭിക്കാറാവുകയായിരുന്നു അപ്പോൾ. യേശുവിന്റെ പരസ്യ ജീവിത വിവരണങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് നാം മറിയത്തെ കാണുക. ദൈവിക വെളിപാടുകളിലൂടെ യേശുവിന്റെ ജീവിത ദൗത്യം നിശ്ചയമുണ്ടായിരുന്ന മറിയം മകനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ ഉള്ളിലൊതുക്കി രഹസ്യ ജീവിതം തന്നെ തുടർന്നു. പക്ഷേ യേശു ഭക്തർക്കിടയിൽ നസ്രസിലെങ്കിലും യേശു അറിയപ്പെട്ടിരുന്നത് മറിയത്തിന്റെ മകനായാണ്. മരിയ വാഴ്ത്തോർത്തയുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളിൽ യേശു അമ്മയുമായി പുലർത്തിയിരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോസഫിന്റെ മരണത്തെ തുടർന്ന് മറിയം നസ്രസിൽ നിന്ന് കഫർനാമിലേക്ക് താമസം മാറ്റിയെന്ന സൂചനയുണ്ട്. പരസ്യ ജീവിതകാലത്ത് ഒറ്റപ്പെട്ട വേളകളിൽ മറിയം മകനെ കാണാനെത്തിയിരുന്നു. ഒരിക്കൽ യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനോട് സംസാരിക്കാൻ പുറത്തു നിന്നിരുന്നതായി സമാന്തര സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. മറിയത്തെ വീണ്ടും കാണുന്നത് കാൽവരിയിലാണ്. അവിടെ യേശുവിന്റെ ബലിയിൽ മുഴുവൻ സമയവും മറിയം ഉണ്ടായിരുന്നു. കുരിശിൻ ചുവട്ടിൽ യേശുവിനൊപ്പം ഉണ്ടായിരുന്ന മറിയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹൃദയവർജകമായി വിവരിച്ചിട്ടുണ്ട്. യേശുവിന്റെ അമ്മയാകുവാൻ ലോകത്തിലേക്ക് വന്ന മറിയം തന്റെ ഇഹലോകവാസം വെടിഞ്ഞത് എപ്പോൾ എന്നുള്ളതിന് ചില എഴുത്തുകളിൽ വ്യത്യസ്ത വിവരണങ്ങളാണുള്ളത്. ബൈബിളിൽ ഇതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ യേശു നടന്ന വഴികളിലൂടെ മറിയം നടക്കുമായിരുന്നു, പുത്രന്റെ വേദനകൾ ഓർമ്മിച്ചുകൊണ്ട്. അവസാന നാളുകളിൽ മറിയത്തിന്റെ ഏറെ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു കുരിശിന്റെ വഴി. നസ്രസിൽ ജനിച്ച മറിയം കുറെ കാലം ബത്ലഹേമിലും പിന്നീട് നസ്രസിലും, ജോസഫിന്റെ മരണശേഷം കഫർനാമിലും, യേശുവിന്റെ മരണശേഷം ഗത്സമേനിക്ക് സമീപമുള്ള വസതിയിലും താമസിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ബൈബിളിലെ സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ച് അനുമാനിക്കുമ്പോൾ മറിയം ഏതാണ്ട് 71 വയസ്സിനടുത്ത് വരെ ജീവിച്ചു എന്നാണ് കരുതേണ്ടത്. മരണശേഷം തന്നെ സംസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ മറിയം ഒപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു. തനിക്കുണ്ടായിരുന്ന 2 വസ്ത്രങ്ങൾ തന്നെ ശുശ്രൂഷിച്ചിരുന്ന 2 കന്യകമാർക്ക് നൽകണമെന്ന് യോഹന്നാനോട് അവർ നിർദ്ദേശിച്ചു. മറിയ ഇഹലോകവാസം വിടുകയാണെന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ അവർക്ക് ചുറ്റും നിരന്നു. അവരുടെ കാൽപാദങ്ങളിൽ ചുംബിച്ചു കരഞ്ഞു. മറിയ വീണ്ടും അവരെ ആശ്വസിപ്പിച്ചു. പത്രോസിനെ വിളിച്ച് സുവിശേഷ പ്രചരണ ദൗത്യത്തിന് പ്രത്യേക ആശംസകൾ നേർന്നു. യോഹന്നാന് നന്ദി പറഞ്ഞു. യാക്കോബായ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ജെറുസലേമിൽ വെച്ച് 51 വയസ്സിലായിരുന്നു മറിയത്തിന്റെ മരണം എന്ന് പറയുന്നു. യേശു മരിക്കുമ്പോൾ അമ്മയുടെ പ്രായം 46 വയസ്സായിരുന്നുവെങ്കിൽ 5 വർഷം കൂടി ജീവിച്ച ശേഷം മരിച്ചതെന്ന് വേണം കരുതാൻ. യാക്കോബായ വിശ്വാസം അനുസരിച്ച് മറിയത്തെ ഗത്സമേനിക്ക് സമീപമുള്ള ഒരു കല്ലറയിൽ സംസ്കരിച്ചതായി പറയപ്പെടുന്നു. മറിയത്തിന്റെ സ്വർഗാരോഹണം ജെറുസലേമിലല്ല എഫസൂസിലാണ് നടന്നതെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച സമൂഹം മറിയത്തെ ദൈവമാതാവായി കണക്കാക്കി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അടുത്ത എപ്പിസോഡിൽ യേശുവും ഏലീശയുമായി വീണ്ടും കാണാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഫ്രം ആർക്കേസ്.